നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയതിനുള്ള ടോപ്പ് സ്കോറർ ട്രോഫി നെയ്മർ ജൂനിയർക്ക് സമ്മാനിച്ചിരിക്കുന്നു. അദ്ദേഹം ആ ട്രോഫിയുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞു. അതിൽ അദ്ദേഹം കുറിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ്: വെരി ഹാപ്പി ടു റിസീവ് ദിസ് അവാർഡ്. ഈ ഒരു അവാർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ പോലും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും, ഈ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇമാജിൻ ചെയ്തിരുന്നില്ല. താങ്ക് ഗോഡ് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ അവരുടെ ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും അധികം ഗോൾ അടിച്ച താരമായിട്ട് മാറുക, ആ വമ്പൻ നേട്ടത്തിലേക്കാണ് നെയ്മർ ജൂനിയർ പരിക്കിന് മുമ്പ് എത്തിച്ചേർന്നത്. സാക്ഷാൽ പെലെയെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്. അതിനുള്ള റെക്കഗ്നിഷനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ട്രോഫി അദ്ദേഹത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തുന്നത്. ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ 79 ഗോളുകളുമായിട്ട് നെയ്മറാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 128 മത്സരങ്ങളിൽ നിന്നാണ് നെയ്മറുടെ 79 ഗോളുകൾ വന്നിരിക്കുന്നത്. പെലെയാണ് മറികടന്നത്. പെലെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് 92 മത്സരങ്ങളിൽ നിന്ന് 77 ഗോളുകളാണ് ബ്രസീലിനായിട്ട് നേടിയത്. മൂന്നാമത് റൊണാൾഡോ നസാരിയോ ആണ്. അദ്ദേഹം 62 ഗോളുകളാണ് 99 മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ളതെങ്കിൽ റൊമാരിയോ ആണ് നാലാം സ്ഥാനത്ത്. 71 കളികളിൽ നിന്ന് 55 ഗോളുകളാണ് അദ്ദേഹം ബ്രസീലിനായിട്ട് നേടിയത്. അഞ്ചാം സ്ഥാനത്ത് സീക്കോയാണ്. സീക്കോ 71 കളികളിൽ നിന്ന് 48 ഗോളുകളാണ് ബ്രസീലിന് വേണ്ടി നേടിയിരുന്നത്. എല്ലാ മഹാരഥന്മാരെയും പിന്തള്ളി ഒന്നാമതെത്തിയ നെയ്മർ അർഹിക്കുന്ന ട്രോഫിയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.